നമ്മളെ പത്മനാഭന്റെ മണ്ണിൽ കാലുകുത്തിയിട്ട് ആദ്യം അങ്ങോട്ട് തന്നെ പോണല്ലോ. പോയി കണ്ടു. അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോ. ഇതൊരു തീർത്ഥാടനമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഫൈനൽ ഡെസ്റ്റിനേഷൻ കന്യാകുമാരി ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയുള്ള ഒരുവിധം അമ്പലങ്ങളെല്ലാം കവർ ചെയ്തു. ചെയ്ത പാപങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു തീർക്കാനും ഒരുപാടുണ്ട്. ഈ കാണുന്നതാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രം. ഇത് വെറും ഒരു ക്ഷേത്രം മാത്രമല്ല, ഇതിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോക റെക്കോർഡിൽ ഇടം പിടിച്ച ഏറ്റവും വലിയ ശിവലിംഗാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 111 അടി. ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ദ പോയിന്റ് ദാറ്റ്. ഇത് കാണാൻ മാത്രമല്ല, നമുക്ക് അതിലേക്ക് പ്രവേശനമുണ്ട്. അതിനായിട്ട് ചെറിയൊരു ടിക്കറ്റ് ചാർജ് 200 രൂപ അവർ ഈടാക്കുന്നുണ്ട്. അത് വെർത്താണോ ചോദിച്ചാൽ യെസ്, ഓൾമോസ്റ്റ്. കാരണം അതിനുള്ള സജ്ജീകരണം അത്തരത്തിലാണ്. അവിടെ കണ്ടതൊന്നും ഒരിക്കലും ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് അല്ല, നമ്മുടെ ശരീരത്തിലെ തന്നെ എനർജി സോഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് അറിവുകളാണ്. അതിനായിട്ടൊരു ഗൈഡിനെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല, കാരണം എന്റെ മെമ്മറി കപ്പാസിറ്റി വളരെ ചെറുതാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ഓർമ്മയില്ല. ബൈ ദ ബൈ, എന്നോ ന്യൂസ് പേപ്പറിൽ പിസയുടെ ചിത്രം കണ്ട് കഴിക്കാൻ കുതിച്ച അമ്മയുടെ ആഗ്രഹം ഈ യാത്രയിൽ അങ്ങ് സാധിച്ചു കൊടുത്തു. അമ്മയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. വിചാരിച്ചതെന്തോ കഴിച്ചത് മറ്റെന്തോ, അതായിരുന്നു അമ്മയുടെ അവസാനത്തെ ആ ഡയലോഗ്. അങ്ങനെ ഇതാ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുന്നു. അസ്തമയ സൂര്യനെ കാണാൻ പണം പോട്ടെ പവർ വരട്ടെ എന്ന മട്ടിൽ കടലിനോട് ചേർന്ന് തന്നെ റൂം സെറ്റ്. ആഹാ, എന്തൊരു അന്തസ്! വന്ന അതേ കോലത്തിൽ ഓടിക്കിതച്ച് ടെറസിൽ കയറി ഇടം പിടിച്ചു. എന്തിനാ? സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ. സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓടിത്തുള്ളി വന്നിട്ടോ, കാത്തിരുന്ന് കണ്ടോ, അതുമില്ല. കിലുക്കത്തിലെ ദേവതയുടെ ഡയലോഗാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, പിന്നെ നമ്മളെ സൂര്യനും വന്നില്ല. നെഹി ഹെ. മഴക്കാറായതിനാൽ പുള്ളി നൈസായിട്ട് അങ്ങ് മുങ്ങി. എന്നാ പിന്നെ സൂര്യോദയം കാണാന്ന് പറഞ്ഞ് ഈ സഭത ഇവിടെ പിരിച്ചുവിട്ടിരിക്കുന്നു. രാത്രിയിലെ കന്യാകുമാരി. ദോ അങ്ങോട്ട് നോക്കൂ. ദേ കാണുന്നതാണ് വിവേകാനന്ദ പാറയും അതിനോട് ചേർന്നുള്ള ഗ്ലാസ് ബ്രിഡ്ജും. രാത്രിയിലെ ഈ കടൽക്കാറ്റും തിരമാലയുടെ സൗണ്ടും ടെറസിലെ ഈ നിൽപ്പും, ഫീലിംഗ് വേറെ തന്നെയാണ്. പിന്നെ നമ്മള് കോഴിക്കോട്ടുകാർക്ക് ഈ കടൽ കാഴ്ചയൊന്നും അത്ര പുതുമയുള്ളതല്ല കേട്ടോ. എന്നാ പിന്നെ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂര്യോദയ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.